ഓം അഗത്തീശ്വരായ നമ. എല്ലാവർക്കും വണക്കം. ഞാൻ വിനയൻ ഗുരുക്കൾ. പലപ്പോഴും പല ആളുകളും പല വഴിപാടുകളും ക്ഷേത്രത്തിൽ പോയി ചെയ്യുക, പലയിടങ്ങളിൽ പോയി ചെയ്യുക, പക്ഷെ ഒരു ഗുണം കിട്ടുന്നില്ല. നിങ്ങൾക്ക് വഴിപാടുകൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഗുണം കിട്ടാനായിട്ട് ഞാൻ ചില ടിപ്സ് ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. അതിനു മുമ്പ് ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ഈ ചാനൽ കാണണമെങ്കിൽ ഈ ചാനലിൽ 400-ൽ പരം വീഡിയോകളുണ്ട്. അതിൽ പകുതിയോളം വീഡിയോകൾ കേരള ആസ്ട്രോളജിയിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രമാണങ്ങളെ കൊണ്ട് നിറഞ്ഞിട്ടുള്ള വീഡിയോകളാണ്. പല വീഡിയോകളും തമിഴ് ആസ്ട്രോളജിയിലെ പ്രധാനപ്പെട്ടിട്ടുള്ള കണ്ടന്റുകൾ നിറഞ്ഞിട്ടുള്ള വീഡിയോകളാണ്. അപ്പൊ ഇന്ന് പറയാൻ പോണത് വഴിപാടുകൾ ചെയ്യുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്. വഴിപാടുകൾ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ നക്ഷത്രമാണ്, നക്ഷത്രത്തിന്റെ പാദമാണ്. പാദം ശ്രദ്ധിക്കണോ? തീർച്ചയായിട്ടും നക്ഷത്രത്തിന്റെ പാദം ശ്രദ്ധിക്കണം. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ നക്ഷത്രത്തിന്റെ ഓരോ പാദത്തിനും ഓരോരോ തന്മകളാണ്. ഒന്നാം പാദമാണെങ്കിൽ നിങ്ങൾ നെരുപ്പും, രണ്ടാം പാദമാണെങ്കിൽ നിലവും, മൂന്നാം പാദമാണെങ്കിൽ കാറ്റും, നാലാം പാദമാണെങ്കിൽ നീരും തന്മയാണ് നിങ്ങൾക്കുള്ളത്. അതിനെ ബേസ് ചെയ്തിട്ടാണല്ലോ നവാംശം ഉണ്ടാക്കിയിട്ടുള്ളത്. ഗ്രഹാണാം അംശകം ബലം എന്നാണ് പ്രമാണം. അതിൽ തന്നെ അജമൃഗ തൗലി ചന്ദ്രഭവനാദി നവാംശകവിതിർ എന്ന് പറയുന്ന ഒരൊറ്റ കോഡ് വേർഡ് കൊണ്ട് തന്നെ നമുക്ക് നവാംശകത്തിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാം. നവാംശകം എന്നത് നക്ഷത്ര പാദങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണോ എന്ന് വരെ തോന്നിപ്പോകുന്ന തരത്തിലാണ് അതിന്റെ വിന്യാസം. എന്തുകൊണ്ടെന്നാൽ ഒരു രാശിയെ 9 ഖണ്ഡമാക്കി ഖണ്ഡിച്ചതിന് ശേഷം അതിലെ വരുന്ന ഖണ്ഡങ്ങളിൽ ഓരോന്നും നക്ഷത്രപാദങ്ങളെ നിരത്തുമ്പോഴാണ് നവാംശം ലഭിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എപ്പോഴാണെങ്കിലും ഏത് നക്ഷത്രത്തിന്റെയും ഒന്നാമത്തെ ഖണ്ഡം നെരുപ്പിൽ പോകും, രണ്ടാമത്തെ ഖണ്ഡം നിലത്തിൽ പോകും, മൂന്നാമത്തെ ഖണ്ഡം കാറ്റിലും, നാലാമത്തെ ഖണ്ഡം നീരിലും പോകും. അതുകൊണ്ട് നിങ്ങൾ വഴിപാടുകൾ നടത്തുന്ന സമയത്ത് ഒന്നാം പാദമാണെങ്കിൽ നിങ്ങൾ ദീപ വഴിപാടുകൾ ചെയ്യുക. എന്താണ് ദീപ വഴിപാടുകൾ എന്നല്ലേ? ദീപങ്ങള് ക്ഷേത്രത്തിൽ തെളിയിക്കുക, ഹോമാദികൾ ചെയ്യുക, ഹവനാദികൾ ചെയ്യുക, ദീപം സമർപ്പിക്കുക, ഇതൊക്കെയാണ് ദീപ വഴിപാട്. രണ്ടാമത് ഭൂതത്വത്തെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ നിലത്തിനനുസൃതമായിട്ട് ചാർത്തലുകൾ നടത്തണം. ചന്ദനം ചാർത്തല്, കളഭം ചാർത്തല് മുതലായവയും പ്രത്യേകിച്ചും ഖര പഴങ്ങള് നിങ്ങൾ ക്ഷേത്രത്തിൽ കൊണ്ടു കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കാം. നിവേദ്യ സാധനങ്ങൾ ക്ഷേത്രത്തിൽ എത്തിക്കുന്നത് നല്ലതായിരിക്കാം, പ്രത്യേകിച്ച് ഖരവസ്തുവായിട്ടുള്ളത്. നിങ്ങൾ ജനിച്ചിരിക്കുന്നത് 3-ാമത്തെ പാദത്തിലാണെങ്കിലോ നിങ്ങൾ ധൂപ വഴിപാടാണ് ചെയ്യേണ്ടത്. ധൂപ വഴിപാടിലാണ് വരുന്നത് ചന്ദനത്തിരി, ദശാംഗം, അതുപോലെ തന്നെ അഷ്ടഗന്ധം മുതലായവയൊക്കെ പോയിക്കുക. ഇതൊക്കെ ധൂപ വഴിപാടാണ്. ഇനി 4-ാമത്തെ പാദത്തിലാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ നീർ വഴിപാടുകളായ ജലതത്വത്തെ ആക്ടിവേറ്റ് ചെയ്യുന്ന അഭിഷേകങ്ങൾ നടത്തുക, ധാരകൾ നടത്തുക, എണ്ണ, പാല്, തേൻ മുതലായിട്ടുള്ള ദ്രവ്യങ്ങളെല്ലാം ക്ഷേത്രത്തിൽ സമർപ്പിക്കുക, ഇതെല്ലാം ചെയ്യുക. അപ്പൊ ദീപ വഴിപാട് എന്താ പറഞ്ഞ ക്ഷേത്രത്തില് ദീപം തെളിയിക്കുക. കർപ്പൂര ദീപമായാലും കുഴപ്പമില്ല. അത് ഗ്രഹത്തിന്റെ സാന്നിധ്യം കൃത്യമാക്കുന്ന തരത്തിൽ നോക്കണമെങ്കിൽ നിങ്ങൾ കാലചക്രദശയെ കൂടി പരിഗണിക്കണം. കാലചക്രദശയെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് തന്നെ നക്ഷത്രത്തിന്റെ പാദത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ കാലചക്രദശ എടുത്ത് അംശക വൃദ്ധി ഉണ്ടെങ്കിൽ മാത്രം കാലചക്രദശ എടുത്ത് ഫലം പറഞ്ഞാൽ മതിയെങ്കിലും വഴിപാടുകൾ ചെയ്യുന്ന സമയത്ത് കാലചക്രദശയുടെ അടിസ്ഥാനത്തിൽ വഴിപാടുകൾ ചെയ്ത് കഴിഞ്ഞാലും സക്സസ് ഉണ്ടാവും. അതെങ്ങനെയാണെന്ന് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. തൽക്കാലത്തേക്ക് നിങ്ങൾ ഇത് മാത്രം മനസ്സിലാക്കുക. നിങ്ങൾ ജനിച്ചിരിക്കുന്ന നക്ഷത്രം മാത്രമല്ല പ്രധാനം, നക്ഷത്രത്തിന്റെ പാദം കൂടി പ്രധാനമാണ്. നക്ഷത്രം ഉള്ള ദിവസം ക്ഷേത്രത്തിൽ പോവുകയും നക്ഷത്രത്തിന്റെ ഏതു പാദത്തിലാണോ നിങ്ങൾ ജനിച്ചത് ആ പാദത്തിന്റെ പഞ്ചഭൂതാത്മകത്തെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അത്തരത്തിലുള്ള വഴിപാടുകൾ ക്ഷേത്രത്തിൽ നടത്തുകയും ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ചന്ദ്രൻ ആക്റ്റീവ് ആവുകയും നിങ്ങൾക്ക് ശരീരബലം, മനോബലം മുതലായവ കൂടുതൽ ഉണ്ടാവുകയും നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവുകയും ചെയ്യുമെന്നത് പറഞ്ഞു നിർത്തുകയാണ്. ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അഗത്തീശ്വരായ നമഃ.
അപ്പൊ ഇത് ബോർഡിൽ എഴുതേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞത്. ബോർഡിൽ എഴുതി ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നെങ്കിൽ ബോർഡിൽ എഴുതി തന്നെ ഞാൻ ചെയ്യുമായിരുന്നു. ഇന്ന് ജസ്റ്റ് ഒരു ടൈം പാസിന് അല്ലെങ്കിൽ ഒരു ഫ്രീ ആയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് ബോർഡിലുള്ള വീഡിയോ ഒക്കെ അടുത്ത ക്ലാസ്സിൽ കാണാം. ഇന്നേക്ക് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അഗതീശ്വരായ നമഃ.